പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങളിലാണ് ഈ രൂക്ഷ വിമർശനം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടുകളാണ് സൈബർ ആക്രമണത്തിനുള്ള കാരണവും. വാർത്തയുടെ വിശദാംശങ്ങളുമായി PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ തുടക്കം മുതൽ കർശനമായ നിലപാടുകളും നടപടികളും വാക്കുകളും ഒക്കെ ഈ പുറത്തേക്ക് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്. പക്ഷെ ഇപ്പോ സതീശൻ ഏറെക്കുറെയൊക്കെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പല നേതാക്കളും മുൻ നിലപാടുകളൊക്കെ തിരുത്തിയിട്ടുണ്ട്. ഈ സൈബർ ആക്രമണം എങ്ങനെയാണ്, ഏതു തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രവീണ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങളിലും ഇത് വ്യാപകമാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. അതിലേക്ക് നയിച്ച നിലപാട് വി ഡി സതീശന്റേതായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ വിഭാഗങ്ങളുടെ പോര്. വി ഡി സതീശനെതിരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ അംഗങ്ങളും രംഗത്തുണ്ട്. ഡിജിറ്റൽ മീഡിയ വിഭാഗം സൈബർ ഗുണ്ടകളെന്നാണ് വി ഡി സതീശൻ പക്ഷത്തിന്റെ ആരോപണം. സൈബർ തല്ലിൽ ഇതുവരെ KPCC നേതൃത്വം ഇടപെടാൻ തയ്യാറായിട്ടില്ല. ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയതിന് പിന്നാലെയാണ് സൈബർ ഇടത്തിൽ തമ്മിലടി തുടങ്ങിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞ നേതാക്കൾക്ക് നേരെയായിരുന്നു ആദ്യം സൈബർ ആക്രമണം. പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായി ഷാഫി രാഹുൽ പക്ഷത്തിന്റെ മുഖ്യശത്രു. KPCC ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കടന്നാക്രമണം. ബീഹാർ BD പോസ്റ്റിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ വി ഡി സതീശൻ തള്ളിയതോടെ സൈബർ ആക്രമണം കടുത്തു. വി ഡി സതീശൻ പക്ഷവും പോരിനിറങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ വി ഡി സതീശൻ വിമർശിക്കുന്ന പഴയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഷാഫി രാഹുൽ പക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതേ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി പ്രചാരണവും തുടങ്ങി. സ്ത്രീപക്ഷ നിലപാടെടുത്ത നേതാക്കളെ ഒറ്റതിരിഞ്ഞാക്രമിച്ച സാഹചര്യത്തിൽ KPCC ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷാഫി രാഹുൽ പക്ഷം ഡിജിറ്റൽ മീഡിയ ഹൈജാക്ക് ചെയ്യുന്ന ആക്ഷേപവും കോൺഗ്രസിൽ ശക്തമാണ്. ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാനാണ് KPCC തീരുമാനം. റിപ്പോർട്ടർ